ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. റോയൽ എൻഫീൽഡിനെയും ബജാജിനെയും ഞെട്ടിച്ച് ഒരു ബൈക്ക്. ടൂ വീലർ യാത്രക്കാർക്ക് സഞ്ചാരികൾക്കും എന്നും പ്രിയം റോയൽ എൻഫീൽഡുകളോടാണ്. പാരമ്പര്യവും പ്രൗഢിയും മികവും ഉൾപ്പെടെ ഒരു സഞ്ചാരിക്ക് ആത്മവിശ്വാസം നൽകുന്ന എല്ലാ ഘടകങ്ങളും റോയൽ എൻഫീൽഡ് പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ത്യയുടെ തുടിപ്പറിഞ്ഞ റോയൽ എൻഫീൽഡ് ആകട്ടെ ടൂ വീലർ യാത്രയ്ക്ക് അനുയോജ്യമായ മോഡലുകളെ അവതരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട്. ഒരു വർഷം മുമ്പ് ഓഫ് റോഡിംഗ് അഡ്വഞ്ചറായി റോയൽ എൻഫീൽഡ് പുറത്തിറക്കിയ ഹിമാലയൻ ഇതിനുള്ള ഉത്തമ ഉദാഹരണവുമാണ്. ഇന്ത്യക്കൊപ്പം രാജ്യാന്തര വിപണിയിൽ നിന്നും അതിഗംഭീരമായ പ്രതികരണമാണ് ഹിമാലയനെ തേടിയെത്തിയത്. ഒരു സമ്പൂർണ്ണ ഓഫ് റോഡിംഗ് മോട്ടോർ സൈക്കിളാണ് ഹിമാലയൻ. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ബജാജ് പൾസറും പക്ഷേ ആവശ്യം റോയൽ എൻഫീൽഡ് ഹിമാലയനുമാണെങ്കിൽ എന്ത് ചെയ്യും? അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്തോനേഷ്യയിൽ നിന്നുള്ള മക്കാൻഡോ നൽകുന്നത്. ബജാജ് പൾസർ 150 UG2വിനെ റോയൽ എൻഫീൽഡ് ഹിമാലയനായി മോഡിഫൈ ചെയ്തത് ഇരു കമ്പനികളെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഹിമാലയന്റെ കളർ സ്കീമിന് സമാനമായി പൾസർ ടാങ്കിന് വൈറ്റ് പെയിന്റാണ് മക്കാൻഡോ നൽകിയിരിക്കുന്നത്. ഒപ്പം പൾസറിന്റെ ഹെഡ്ലൈറ്റ് ഊരിമാറ്റി പകരം LED ലാമ്പുകൾ കൂട്ടിച്ചേർത്ത ഹിമാലയന്റെ ഹെഡ്ലൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഹിമാലയന്റെ ടാങ്ക് പ്രൊട്ടക്ടർ, ജെറി ക്യാൻ ഹോൾഡറുകളുമെല്ലാം മക്കാൻഡോ തന്റെ പൾസർ 150ൽ നൽകിയിട്ടുമുണ്ട്. ഓഫ് റോഡിംഗ് ലുക്ക് ഒരുക്കാനായി പൾസറിന്റെ മഡ് ഗാർഡിനെ മാറ്റി പകരം ഓഫ് റോഡിംഗ് മഡ് ഗാർഡാണ് ഇദ്ദേഹം ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. സീറ്റ് കവറിലും ഹിമാലയനോട് കിടപിടിക്കുന്നുണ്ട് മക്കാൻഡോയുടെ പൾസർ 150. ഇരു ടയറിലും പോക്ക് വീലുകൾ നൽകാനും രാജ്കുമാർ മറന്നിട്ടില്ല. പൾസർ 150യുടെ പിൻഭാഗത്ത് ബാഗുകൾ വെച്ച് കെട്ടാനായി ഇരുമ്പ് റാക്കുകൾ നൽകിയിട്ടുമുണ്ട്. ദീർഘദൂര യാത്രകൾക്കുള്ള ലഗേജുകൾക്കായി ഇരുഭാഗത്തും ഓരോ സാഡിൽ ബാഗുകളും പൾസർ 150ൽ ഉണ്ട്. മാത്രമല്ല ഫ്രണ്ട് റിയർ ഷോക്ക് അബ്സോർബുകളും ഡിസ്ക് ബ്രേക്കുകളും പൾസർ 150 ഹിമാലയന് സമമാക്കുന്നു. എന്തിനാണ് ഈ മോഡിഫിക്കേഷൻ? പണം ലാഭിക്കാനാണെന്ന് വ്യക്തമാണ്. കൂടാതെ പഴയ മോട്ടോർ സൈക്കിളിനെ ഉപേക്ഷിക്കാതെ പുത്തൻ അഡ്വഞ്ചർ ബൈക്കായി രൂപപ്പെടുത്തിയതിലുള്ള സന്തോഷവും മക്കാൻഡോ മറച്ചു വെക്കുന്നില്ല. പൾസറിന്റെ വിശ്വാസ്യതയും ഹിമാലയന്റെ ഓഫ് റോഡിംഗ് സ്വഭാവവും കോർത്തിണക്കിയ മോഡിഫൈഡ് മോഡലിന് ഇതിനകം വലിയൊരു ആരാധന ശൃംഖലയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ വിലയിൽ ഓഫ് റോഡിംഗ് ഫീച്ചറുകളുള്ള മോട്ടോർ സൈക്കിളുകളെ അഡ്വഞ്ചർ ബൈക്കാക്കാമെന്നതാണ് മോഡിഫിക്കേഷനിലേക്ക് യുവജനതയെ തിരിക്കാൻ കാരണം. 13 bhp സിംഗിൾ സിലിണ്ടർ എഞ്ചിന് കരുത്തേകുന്ന ബജാജ് പൾസർ 150 UG2 80,000 രൂപയാണ് ഇന്ത്യൻ വിപണിയിൽ വില. ഇതേസമയം 24.5 bhp സിംഗിൾ സിലിണ്ടറിൽ തന്നെ എത്തുന്ന ഹിമാലയന്റെ ചെലവ് വരുന്നത് 1.6 ലാഖുമാണ്. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കമന്റിലൂടെ.